ഞായറാഴ്ച വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് സ്റ്റേ. ചട്ടങ്ങൾ ലംഘിച്ച് നടത്താമെന്ന് സുപ്രീം കോടതി. ശൂന്യതയിൽ നിന്ന് ഉത്തരവിറക്കാനാവില്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന. സർക്കാരിനും ആന ഉടമസ്ഥ സംഘടനകൾക്കും നോട്ടീസ്. ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധം. അംബേദ്കറെ കോൺഗ്രസ് അപമാനിക്കുന്നുവെന്ന് BJP. പാർലമെന്റിന് മുന്നിൽ പോർ വിളിച്ച് ഭരണ പ്രതിപക്ഷ MLA-മാർ. 2 BJP MLA-മാർക്ക് പരുക്ക്. राहुल गांधी ने धक्का मारा आपको? कौन सी जगह पे सर? सर किस जगह पे? सर किस जगह पे? किस जगह पे? ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. സർക്കാർ സ്കൂളിലെ അങ്കണവാടി കെട്ടിടം തകർന്നു വീണു. സംഭവം കുഞ്ഞുമക്കളെത്തുന്നതിന് തൊട്ട് മുൻപ്. നിലം പൊത്തിയത് കൊച്ചി തൃപ്പുണിത്തുറ JBS LP സ്കൂൾ കെട്ടിടം. പഴക്കം 100 വർഷം. PSCയെ നോക്കുകുത്തിയാക്കി വീണ്ടും കരാർ നിയമന നീക്കം. ചട്ടം മറികടക്കൽ. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ CPI-ക്കാരെ തിരുകി കയറ്റാൻ ശ്രമം. തലസ്ഥാനത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അഭിമുഖം. ജനം ബ്രേക്കിംഗ്. MEC-7-ൽ ദുരൂഹതകളേറെ. പ്രവർത്തനം നിരോധിത ഭീകരവാദ സംഘടനകളുടെ തുടക്കം പോലെ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നതോടെ കൂട്ടായ്മയിൽ കൊഴിഞ്ഞുപോക്ക്. കൊച്ചിയിൽ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി മകൻ. മദ്യലഹരിയിലായിരുന്നുവെന്നും മരിച്ചതിന് ശേഷമാണ് കുഴിച്ചുമൂടിയതെന്നും മൊഴി. മകൻ പോലീസ് കസ്റ്റഡിയിൽ. സ്ഥിരമായി അമ്മയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് അയൽക്കാർ. കോന്നി വാഹനാപകടത്തിൽ മരിച്ച 4 പേർക്കും യാത്രാമൊഴി. വിങ്ങിപ്പൊട്ടി ബന്ധുക്കളും നാട്ടുകാരും. സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ആദ്യ നടപടി മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 പേർക്കെതിരെ. കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാൻ നിർദ്ദേശം. പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. ചടങ്ങുകൾക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നേതൃത്വം നൽകുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ മുരളി. മിഥുൻ, ഒരു നാടൊന്നാകെ വേദനയോടെ വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങളാണ്. വിവരങ്ങൾ. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് 4 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നു. മണിക്കൂറുകളോളം ആളുകൾ തിങ്ങി നിന്നാണ്, വരി നിന്നാണ് പള്ളിക്ക് പുറത്തുള്ള റോഡിലേക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കും ക്യൂ വരെ നീണ്ടാണ് അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. വലിയ ജനക്കൂട്ടമാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ പള്ളിക്കുള്ളിലെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കല്ലറയിലേക്ക് മൃതദേഹങ്ങൾ ഓരോന്നുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിക്കുള്ളിലെ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്. മുതിർന്ന വൈദികരുടെ സഭാ നേതൃത്വത്തിന്റെയൊക്കെ അന്തിമോപചാരത്തോടു കൂടിയുള്ള സംസ്കാര ശുശ്രൂഷകളായിരുന്നു ഇത്രയും സമയം പള്ളിക്കുള്ളിൽ നടന്നത്. ഏകദേശം 12 മണി വരെ ആ 4 പേരുടെയും മൃതദേഹങ്ങൾ ഈ നാടിന്റെ ബാഷ്പാഞ്ജലികൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി, നാടിന്റെ അന്ത്യാഞ്ജലി അവർക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി പള്ളിക്കുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. പള്ളി ഓഡിറ്റോറിയത്തിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അരമണിക്കൂർ മുമ്പ് പള്ളി ഓഡിറ്റോറിയത്തിൽ നിന്നും പള്ളി ഹാളിലേക്ക് ഈ മൃതദേഹങ്ങൾ മാറ്റി. അതിനുശേഷം അവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ കല്ലറയിലേക്ക് 2 കല്ലറകളിലായിട്ടാണ് ഈ സംസ്കാര
നടക്കുന്നത്. പുത്തൻതേക്കുണ്ടിൽ കല്ലറയിൽ 3 പേരുടെ മൃതദേഹങ്ങൾ നിഖിൽ, മത്തായി ഈപ്പൻ, അനു 3 പേരുടെയും ആ കുടുംബ കല്ലറയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നു. തൊട്ടിപ്പുറത്തുള്ള കുടുംബ കല്ലറയിൽ ബിജു ജോർജിന്റെ മൃതദേഹവും അടക്കം ചെയ്യും. 3 പേരുടെ മൃതദേഹങ്ങൾ ഒരു കല്ലറയിൽ, ഒരു കുടുംബ കല്ലറയിൽ. നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, നിഖിൽ, അനു 3 പേരുടെ മൃതദേഹങ്ങളാണ് ഒരു കുടുംബ കല്ലറയിൽ ഇപ്പോൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ ആളുകളും, ബന്ധുജനങ്ങളൊക്കെ അവസാന അന്ത്യചുംബനവും നൽകി അവരെ യാത്രയാക്കുകയാണ്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്. അത്രയും ഹൃദയഭേദകമായിട്ടാണ് ഓരോ മനുഷ്യരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിൽ നിന്നും, നാടിന്റെ ബാഷ്പാഞ്ജലികളോട്, നാടിന്റെ കണ്ണീർ പ്രണാമത്തോടുകൂടി പ്രിയപ്പെട്ടവരെ യാത്രയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിസ്സഹായതയോടെ, നെടുവീർപ്പോടെ ഈ ഒരു ഘട്ടം കടന്നു പോകുന്ന ആളുകളെ മാത്രമാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നേരത്തെ റോഡിന് പുറത്തേക്ക് വരെ ഈ ആളുകളുടെ വരി നീണ്ടുപോയിരുന്നു. പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ റോഡിന് പുറത്തേക്ക്, മീറ്ററുകൾക്കപ്പുറത്തേക്ക് വരെ ഈ ക്യൂ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരി നിന്ന് ഓരോ ആളുകൾക്കും അന്തിമോപചാരം അർപ്പിച്ചു. എല്ലാവർക്കും അവരെ ഒരു നോക്ക് കാണുന്നതിനുള്ള അവസരം ഈ പള്ളിയിൽ ക്രമീകരിച്ചിരുന്നു. രാവിലെ 5:30 ഇടത്തട്ടയിലെ മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. നിഖിലിന്റെയും മത്തായി ഈപ്പന്റെയും ഒക്കെ കുടുംബ അംഗങ്ങൾ, ഏറെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം വിദേശത്ത് നിന്നും തിരികെ എത്തേണ്ടതുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചത്. ഇന്ന് രാവിലെ 5:30 ബന്ധുക്കളെത്തി മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി 2 ഭവനങ്ങളിലായിട്ട് എത്തിച്ചു. ഒരു വിളിക്കപ്പുറമുള്ള ദൂരത്തിലാണ് ഈ വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. നിഖിലിന്റെയും അനുവിന്റെയും, ആദ്യം അനുവിന്റെ വീട്ടിൽ അനുവിന്റെയും ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ രാവിലെ 6:07 എത്തിച്ചു. 7 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം 2 പേരുടെ, നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ തൊട്ടപ്പുറത്തുള്ള മത്തായി ഈപ്പന്റെ വീട്ടിലേക്ക്, നിഖിലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മത്തായി ഈപ്പന്റെ മൃതദേഹത്തോടൊപ്പം നവദമ്പതികളായ നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ ആ ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് അവിടെ നിന്നും 4 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരേ സമയം 8 മണിയോടുകൂടി പള്ളിയിലേക്ക് കൊണ്ടുപോയി. പള്ളിയിലേക്ക് വികാരനിർഭരമായിട്ടുള്ള യാത്രയപ്പോടുകൂടി കൊണ്ടുപോയി പള്ളിയിൽ പൊതുദർശനം വെച്ചു. പിന്നീട് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഭൗതിക ദേഹങ്ങൾക്ക് കണ്ണീർ പ്രണാമങ്ങളോടെ, യാത്രാമൊഴിയോടെ നാട് വിട നൽകുകയാണ്. ശരി, ബിജുവിന്റെ മൃതദേഹം വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഒരേ കുടുംബത്തിലെ 4 പേർ. സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ശബരിമലയിൽ പ്രതികരിക്കുന്നു. തത്സമയം അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ആഘോഷങ്ങളും, ആനെഴുന്നള്ളിപ്പുള്ള എല്ലാ ആഘോഷങ്ങളും അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി ധാരാളം സമയം കളയുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരുടെ വിജയമാണ് ഇത്. ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഇത് മനസ്സിലാക്കുകയും ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ്, ആചാരമാണ്, കേരളത്തിൻ്റെ തനത് കലകളുടെയും തനത് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരാവശ്യമാണ് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ലഭിക്കൽ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ ആ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് ഇന്ന് സുപ്രീം കോടതി ആ സ്റ്റേക്കെതിരെ വീണ്ടും ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ സ്റ്റേ അനുവദിക്കണമെങ്കിൽ അത്രയും മനസ്സിലാക്കിയിട്ടാണ്, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ്. ആ വികാരം സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട എല്ലാ നേതൃത്വത്തിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ആചാര അനുഷ്ഠാന പൈതൃക സമിതിയുണ്ട്. തിരുവമ്പാടി ദേവസ്വം, പാറമേക്കാവ് ദേവസ്വമല്ല ഇതിൻ്റെ വിജയം ആഘോഷിക്കുന്നത്. അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ള, ഇതിന് പിന്നിലുള്ള ധാരാളം ആൾക്കാരുണ്ട്. ആനുടമസ്ഥരുണ്ട്, പൂരം പ്രേമികളുണ്ട്, അതേപോലെ തന്നെ ഇതിനെ സ്നേഹിക്കുന്ന വാദ്യകലാകാരന്മാരുണ്ട്. ബലൂൺ കച്ചവടക്കാർ മുതൽ പൂരത്തിന് വരുന്ന എല്ലാ കച്ചവടക്കാരും അവരെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയും ജനങ്ങളെല്ലാം അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അതിനുള്ള ഒരു താക്കീതാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ്. ഞാൻ സന്നിധാനത്ത് വന്നപ്പോഴാണ് ഈ വിധിയുടെ വിവരമറിയുന്നത്. ഭഗവാനെ തൊഴുത് നാളികേരം ഉടച്ച് ആ നല്ലൊരു സന്തോഷ ദിനമായി ഇന്ന് മാറിയിരിക്കുകയാണ്.
സന്നിധാനത്ത് എത്തിയപ്പോൾ എന്നെ വിളിച്ചറിയിക്കുകയും ഇങ്ങനെ നമുക്കൊരു സ്റ്റേ ലഭിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതുമായി പ്രാർത്ഥനയുമായിട്ടാണ് അയ്യപ്പനെ കാണാൻ ഇവിടെ എത്തിയത്. ആ അയ്യപ്പൻ്റെ ആ ചൈതന്യം നമുക്കെല്ലാവർക്കും അനുകൂലമായി ഒരു വിധി സമ്പാദിച്ചു തന്നു. ആ വിധിയാണെന്ന് കേരളത്തിലെ എല്ലാ ആന ഉത്സവ പ്രേമികളും എല്ലാവരും സന്തോഷിക്കുന്ന ആ വേലാഘോഷങ്ങളും മറ്റു ഉത്സവാഘോഷങ്ങളും വളരെ ഭംഗിയായി ഇനി എല്ലാവർക്കും നടത്താൻ സാധിക്കട്ടെ. പൂരം നമ്മുടെ പൈതൃകം, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഗിന്നസ് ബുക്കിലും അതേപോലെ മറ്റ് യുനെസ്കോയിലും എല്ലാ തരത്തിലും വന്നിട്ടുള്ള പേര് കേട്ടിട്ടുള്ള കേരളത്തിൻ്റെ പൈതൃകത്തെ എല്ലാ നാട്ടുകളിലും എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ആ പൂരത്തിൻ്റെ മേന്മ ഒരു കുറവ് വരാതെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം നടക്കാൻ പോകുന്ന വേലകളും അതേപോലെ ഉത്സവങ്ങളും തൃശ്ശൂർ പൂരവും വളരെ ഭംഗിയായി, ആറാട്ടുപുഴ പൂരവും വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളിതിനോട് കടപ്പാടുണ്ട്. സുപ്രീം കോടതി ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി, സർക്കാരിൻ്റെ വികാരം മനസ്സിലാക്കി എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. തിരുവമ്പാടിയുടെയും പാർമേക്കാവിൻ്റെയും മറ്റു ഉത്സവപ്രേമികളുടെയും ഇതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം കപട മൃഗസ്നേഹികൾക്ക് ഇതൊരു പാഠമായി മാറട്ടെ. അവരുടെ ആ തെറ്റായ രീതി ഇനി മുന്നോട്ട് പോകരുത്. ഇത് കേരളത്തിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു കലാരൂപങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കും വെളിച്ചം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദേവസ്വങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അവർക്കെല്ലാവർക്കും നിയമം അതിൻ്റേതായ അർത്ഥത്തിലും വ്യാപ്തിയിലും പാലിക്കേണ്ടതാണ്. അവരത്രമാത്രമാണ്, ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങളും മറ്റുള്ള പ്രൈവറ്റ് ദേവസ്വങ്ങൾക്കെല്ലാം ഇതിനെതിരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും റിട്ട് കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് അവർക്ക് ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരിതിൽ മനസ്സുകൊണ്ടെല്ലാം നമ്മുടെ കൂടെയാണ്. ഗുരുവായൂർ ദേവസ്വമായാലും കൊച്ചിൻ ദേവസ്വം ബോർഡുമായാലും മലബാർ ദേവസ്വമായാലും എല്ലാ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും നമ്മുടെ കൂടെയാണ്. അവരഭിപ്രായങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് ആ ചട്ടക്കൂടിൽ നിന്ന് മാത്രം അല്ല, അത് സ്വാഭാവികമാണല്ലോ. നമുക്കെടുത്ത ഗുരുവായൂർ ദേവസ്വം എടുത്ത തീരുമാനം സ്വാഭാവികമാണ്. നമ്മൾ ഒരു വിഷയത്തെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് പിന്നിൽ നിന്നും അടികൊള്ളുന്ന പോലെയാണ് ഗുരുവായൂർ തീരുമാനം വന്നത്. ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ, ആ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. അദ്ദേഹം ശബരിമലയിലാണ് പ്രതികരിച്ചത്. നമുക്ക് ആ വാർത്തയിലേക്ക് ഇനി പോകാം. ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്നും സുപ്രീം കോടതി, ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നും സുപ്രീം കോടതി പറയുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, സംഭവിച്ചത് അങ്ങ് ഡൽഹിയിലാണ്. സുപ്രീം കോടതിയാണ് ഉത്തരവ്, മാർഗനിർദ്ദേശങ്ങൾ തിരുത്തിയത്. പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവുമായി നമുക്കിതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? നവംബർ 14-ാം തീയതിയാണ് ആന എഴുന്നള്ളത്തിൽ കർശന മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറത്തിറക്കിയത്. ഈ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവാണ് നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾ അപ്രായോഗികമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെയുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിലവിലെ നിയമം എന്താണോ അത് പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളത്ത് നടത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിലവിൽ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും നൽകിയിട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി എതിർകക്ഷികളായിട്ടുള്ള സർക്കാരിനും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ സംഘടനയ്ക്കും നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇവരുടെ മറുപടി അടക്കം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇടക്കാല
ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പറയുകയാണെങ്കിൽ അത് അപ്രായോഗികമെന്ന് വിവിധ ദേവസ്വങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെ സുപ്രീം കോടതിയും അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൃഗസംരക്ഷണ സംഘടന പറഞ്ഞത് ഈ ആന എഴുന്നള്ളത്തിന്റെ പേരില് ക്രൂരത ആനകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള ഒരു വാദഗതിയായിരുന്നു മൃഗസംരക്ഷണ സംഘടന സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതിന് മറുപടിയായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് മൃഗസംരക്ഷണം അല്ല വലുത്, അല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ പേരിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് ആണ് ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിവിധ ദേവസ്വങ്ങൾ, അതായത് തിരുവമ്പാടി ദേവസ്വം അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്രായോഗികമായിട്ട് പറഞ്ഞതും ഈ പറയുന്നവയാണ്. അതായത് ഓരോ ആനകൾ തമ്മിൽ 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി പാലിക്കണം. ജനങ്ങളും ആനകളും തമ്മിൽ 8 മീറ്റർ ദൂരപരിധിയും പാലിക്കണം. അത് മാത്രവുമല്ല രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൊതു റോഡിൽ ആന എഴുന്നള്ളത്ത് പാടില്ല തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കഴിഞ്ഞ നവംബർ 14-ാം തീയതി പുറത്തിറക്കിയത്. ഏറ്റവും പ്രധാനം ഈ ആന എഴുന്നള്ളത്തിലെ സമയപരിധിയാണ്. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പൂരത്തിനാണെങ്കിലും അതിന്റെ ചടങ്ങുകളിൽ പ്രധാനം വരുന്നത് ഒരു 11 മണിക്ക് ശേഷമായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മാർഗനിർദ്ദേശങ്ങൾ വലിയ രീതിയിൽ ഒരു തിരിച്ചടി വിവിധ ദേവസ്വങ്ങൾക്കും അതോടൊപ്പം തന്നെ ആചാരങ്ങൾക്കും വിരുദ്ധമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം തന്നെയാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ നിലകൊള്ളുന്നത്, അത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഈ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ, അതായത് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണ്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞ് സ്റ്റേ ചെയ്യുമ്പോൾ പരിഗണിച്ചതേയില്ല ഉത്സവ കമ്മിറ്റികളെ, പൂരപ്രേമികളെ എന്നുകൂടി വ്യക്തമാകുന്നില്ലേ? നേരത്തെ തന്നെ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയ സമയത്ത് ഉയർന്ന ഒരു ആക്ഷേപം തന്നെയാണ് മൃഗസംരക്ഷണ സംഘടനയുടെ വാദഗതികളെ മാത്രം ഹൈക്കോടതി മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം. അത് മാത്രമല്ല, അത് സംബന്ധിച്ച് പരാതികളടക്കം ചീഫ് ജസ്റ്റിസിന് വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപ്രായോഗികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണ് ആന എഴുന്നള്ളത്തിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണണം. കാരണം നേരത്തെ വിവിധ ദേവസ്വങ്ങൾ, തിരുവമ്പാടി ദേവസ്വം അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വം സമാനമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ നടത്തിയത്. അതായത് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആചാരപരമായിട്ട് പൂരം നടത്താൻ സാധിക്കില്ല, അത് പല ദേവസ്വങ്ങളും വിവിധ ക്ഷേത്രങ്ങൾക്കും തിരിച്ചടിയായിട്ട് മാറുമെന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലെ നിയമത്തിന് വിരുദ്ധമാണെന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. നിലവിലെ നിയമം എന്താണോ അതനുസരിച്ച് കൊണ്ട് തന്നെ ആന എഴുന്നള്ളത്ത് നടത്തണം. ഏതെങ്കിലും ഘട്ടത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ കേസെടുത്തുകൊണ്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഈ മൃഗസംരക്ഷണം എന്നുള്ള പേരിൽ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല, ആചാരങ്ങൾ അത് മുന്നോട്ട് പോവുക തന്നെ വേണമെന്ന് കൂടി സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവിട്ട അല്ലെങ്കിൽ പുറപ്പെടുവിച്ച സമയത്ത് മറ്റൊരു നിരീക്ഷണം നടത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതായത് ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള മതാചാരമല്ല എന്നുള്ളതായിരുന്നു ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുൻകാല നിരീക്ഷണം, ഈ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടക്കാല ഉത്തരവിലെ നിരീക്ഷണം. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മൃഗസംരക്ഷണമല്ല വലുത്, മറിച്ച് ആചാരങ്ങൾ തന്നെയാണ്. മൃഗസംരക്ഷണത്തിന്റെ പേരിൽ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിലകൊള്ളാൻ സാധിക്കില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും
എന്തായാലും നിലവിൽ ഈ തിരുവമ്പാടി ദേവസ്വവും അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വവും നൽകിയിട്ടുള്ള ഹർജിയിൽ എതിർകക്ഷികളായിട്ടുള്ളവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവരുടെ വിശദീകരണം സർക്കാരിനും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ സംഘടനകൾക്കും നോട്ടീസ് അയച്ച് വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഉത്തരവിലെ നിർദ്ദേശങ്ങൾ നിലവിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഹൈക്കോടതി നിയന്ത്രണങ്ങൾ അപ്രായോഗികമാണെന്നും സുപ്രീം കോടതി പറയുന്നു. ചട്ടം പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താം. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. പാർലമെന്റിൽ BJP എംപിമാരെ കയ്യേറ്റം ചെയ്ത് രാഹുൽ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. തുടർന്ന് BJP എംപിമാർ പ്രതിഷേധിച്ചു. BJP എംപി ബാൻസുരി സ്വരാജ് രാഹുലിനെതിരെ പരാതി നൽകി. പരിക്കേറ്റ BJP എംപിമാരായ പ്രതാപ് സാരംഗി, മുകേഷ് രാജ്പുത് എന്നിവരെ RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. आपको किसने धक्का मारा? राहुल गांधी ने मारा सर। आपने राहुल गांधी ने धक्का मारा आपको? राहुल गांधी कौन सी जगह पे सर? सर किस जगह पे? सर किस जगह पे? सीढ़ी के ऊपर में। Excuse me, I have hand on his injury. और राहुल गांधी ने आकर के വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പാർലമെന്റിന് മുന്നിലും സ്നേഹത്തിന്റെ കട തുറന്നോ രാഹുൽ? കൃഷ്ണരാജെ, രാജ്യത്തെല്ലായിടത്തും സ്നേഹത്തിന്റെ കട തുറക്കാൻ ആഹ്വാനം ചെയ്യുന്ന രാഹുലിന്റെ ഇന്നത്തെ പ്രകടനം അത്യന്തം ഖേദകരമാണ്. നേരിട്ട് കയ്യേറ്റം ചെയ്യുകയാണ്. അദ്ദേഹം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എന്നത് ഓർക്കണം. അദ്ദേഹം നേരിട്ട് ഉന്തും തള്ളിലും ഏർപ്പെടുകയും ആ ഉന്തും തള്ളിലും 2 എംപിമാർ നിലത്ത് വീണ് ഇവർക്ക് തലയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഒന്ന് പ്രതാപ് സിംഗ് സാരംഗിയാണ്. അദ്ദേഹം വളരെ പ്രായമുള്ള ഒഡീഷയിൽ നിന്നുള്ള BJPയുടെ സീനിയർ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുറിവേൽക്കുകയും രക്തം വാരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉത്തർപ്രദേശിൽ നിന്നുള്ള മുകേഷ് രാജ്പുത് എന്ന BJPയുടെ മറ്റൊരു എംപിയും. അങ്ങനെ 2 എംപിമാർക്കാണ് ഈ രാഹുലിന്റെ നേതൃത്വത്തിൽ നടന്ന കയ്യാങ്കളിയിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ 2 പേരെയും ഡൽഹിയിലെ RML ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICUയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ കയ്യാങ്കളിയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിക്രമമാണ് നടന്നത്. മുതിർന്ന എംപിമാർക്ക് തലയ്ക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ ഉന്തും തള്ളും അവിടെ രൂപപ്പെടുത്തുകയായിരുന്നു രാഹുലും ഇന്ത്യ മുന്നണിയിലെ ചില എംപിമാരും ചേർന്നുകൊണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് നടപടികൾ നിർത്തിവെച്ചു. ലോക്സഭയും രാജ്യസഭയും ചേർന്നപ്പോൾ തന്നെ വലിയ ബഹളം നടന്നു. തുടർന്ന് 2 മണിവരെ ഇരു സഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസമായി അംബേദ്കറുടെ വിഷയത്തിലാണ് കോൺഗ്രസും BJPയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP ചൂണ്ടിക്കാണിക്കുന്നത് അംബേദ്കർ എന്ന പദം ഉച്ചരിക്കാൻ പോലുമുള്ള അവകാശം കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ചരിത്രം തന്നെ അംബേദ്കറിനെ എതിർക്കുന്ന അംബേദ്കർ വിരുദ്ധതയുടെ ചരിത്രമാണ് കോൺഗ്രസിൻ്റേത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ തുറന്നടിച്ചത്. എന്നാൽ അമിത്ഷായുടെ പ്രസംഗത്തിനകത്ത് അംബേദ്കറെ അപമാനിച്ചു എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും പ്രതിഷേധം തുടരുന്നത്. ഗൗതം, ഇതിപ്പോൾ ഈ ഭരണഘടനാ ചർച്ചയിൽ പരാജയപ്പെട്ടു പോയതിൻ്റെ എല്ലാ പ്രകോപനവും പുറത്തു വരികയാണ് രാഹുലിലൂടെ, അല്ലേ? കൃഷ്ണരാജെ, 4 ദിവസത്തെ ഭരണഘടനാ ചർച്ചയാണ് 2 സഭകളിലായി നടന്നത്. കിട്ടിയ അവസരം BJP കൃത്യമായി തന്നെ ഉപയോഗിച്ചു. ഇന്ത്യയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥയുടെയും അതുപോലെ തന്നെ VD സവർക്കർ, അതുപോലെ BR അംബേദ്കർ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെയുള്ള ധീരദേശാഭിമാനികളെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനെ മുന്നിൽ നിന്ന് നയിച്ച ഇത്തരം ധീരദേശാഭിമാനികളെ എങ്ങനെയാണ് നെഹ്റു കുടുംബവും നെഹ്റുവും ഒക്കെ ചേർന്നുകൊണ്ട് ഒതുക്കിയത് എന്ന ചരിത്രപരമായ വസ്തുത പ്രധാനമന്ത്രി ലോക്സഭയിലും അമിത്ഷാ രാജ്യസഭയിലും വിശദീകരിച്ചു. ഇത് കൂടാതെ ചർച്ചകൾക്കിടയിലെല്ലാം അടിയന്തരാവസ്ഥയിലൂടെ എങ്ങനെ രാജ്യത്തിന്റെ ഭരണഘടനയെ കോൺഗ്രസ് അട്ടിമറിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ നടത്തുകയായിരുന്നു BJP അംഗങ്ങൾ. ഇത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ തിരിച്ചടി തന്നെയായി. ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷികളോടും പ്രധാനമന്ത്രിയും അമിത്ഷായും ചോദിച്ച ഒരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് നിങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ട അതേ കോൺഗ്രസിനൊപ്പമല്ലേ നിങ്ങളിപ്പോൾ സഖ്യം ചേരുന്നത്? പ്രത്യേകിച്ച് അമിത്ഷാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നോക്കിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാരെ
കമ്മ്യൂണിസ്റ്റ് എംപിമാരോട് മുഖത്ത് നോക്കിയാണ് അമിത്ഷാ അത്തരമൊരു ചോദ്യം രാജ്യസഭയിൽ ഉന്നയിച്ചത്. അതിനാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച വലിയ തോതിൽ തിരിച്ചടിയാണ് എന്നത് ഒരു വസ്തുതയാണ്. മുൻപ് അവരുടെ പൂർവികർ ചെയ്തിട്ടുള്ള തെറ്റുകൾ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ച ചരിത്രപരമായ വസ്തുതകളുടെ തെളിവുകളെല്ലാം നിരത്തുവാൻ BJP ഈ 4 ദിവസത്തെ ചർച്ച ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും ഈ ഭരണഘടനാ ചർച്ചയുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനാണ് ഇത്തരം ഒരു കള്ളപ്രചരണം കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, പാർലമെന്റിൽ BJP എംപിമാരെ കയ്യേറ്റം ചെയ്തു. രാഹുൽ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. തുടർന്ന് BJP എംപിമാർ പ്രതിഷേധിച്ചു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 BJP എംപിമാർക്ക് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. എറണാകുളം കോതമംഗലത്ത് 6 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപത്താണ് UP സ്വദേശിയായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. വിവരങ്ങളുമായി കിരൺകുമാർ ഒപ്പം ചേർന്നു. കിരൺകുമാർ, എന്താണ് സംഭവിച്ചത്? കൃഷ്ണരാജ്, ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ മൃതദേഹം വീടുകളിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങി കിടന്നിരുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ മരിച്ചു കിടന്നത് എന്നൊരു വിവരമാണ് ഈ സ്ഥലത്തെ വാഹനം അടക്കമുള്ള ആളുകൾ പറയുന്നത്. നെല്ലിക്കുഴി സ്വദേശിയായിട്ടുള്ള നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന UP സ്വദേശികളുടെ മകളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അജാസ് ഖാന്റെ മകൾ 6 വയസ്സുള്ള മുസ്കാൻ ആണ് ഈ തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് ഇരുന്നതാണ്. മറ്റ് അസ്വസ്ഥതകളൊന്നും തന്നെ രാത്രി സമയത്ത് കാണിച്ചിട്ടില്ല. എന്നാൽ പുലർച്ചെ നോക്കിയ സമയത്താണ് കുട്ടി ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടെത്തിയത് എന്നുള്ള വിവരം തന്നെയാണ് ഏതായാലും ഇവർ പോലീസിനോടും പറഞ്ഞിട്ടുള്ളത്. ഈ കുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ശരി, എറണാകുളം കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വെണ്ണലയിൽ മകൻ കുഴിച്ചിട്ട അമ്മയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വെണ്ണല സ്വദേശി അല്ലിയുടെ മൃതദേഹമാണ് മകൻ പ്രദീപ് കുഴിച്ചു മൂടിയത്. വീണ്ടും കിരൺകുമാർ ചേരുന്നു. കിരൺകുമാർ, ഈ മകൻ്റെ വാക്കുകളിൽ ദുരൂഹതയുണ്ട്. മദ്യലഹരിയിലായിരുന്നു, മരിച്ച അമ്മയെയാണ് കുഴിച്ചിട്ടത് എന്ന്. പക്ഷെ ആരും അറിയാതെ എന്തിന് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയൂ എന്ന് പോലീസും വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. നിർണായകമായ വിവരങ്ങൾ വൈകാതെ പുറത്തുവരും എന്നല്ലേ? കിരൺ, കേൾക്കാമെങ്കിൽ. വെണ്ണലയിൽ, കൊച്ചിയിലെ വെണ്ണലയിൽ മകൻ അമ്മയുടെ മൃതദേഹം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ടു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. വെണ്ണല സ്വദേശി അല്ലിയുടെ മൃതദേഹമാണ് മകൻ പ്രദീപ് കുഴിച്ചിട്ടത്. പ്രദീപ് പോലീസിൻ്റെ പിടിയിലുമാണ്. ഏതായാലും വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ വ്യക്തമാകും. കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ഏകദേശം വ്യക്തമാകുമെന്നാണ് പോലീസ് നേരത്തെ പറഞ്ഞത്. കിരൺകുമാറിലേക്ക് വീണ്ടും. കിരൺ, പോലീസ് എന്ത് പറയും? കൃഷ്ണരാജ്, ഇപ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ അല്ലിയുടെ മൃതദേഹം അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് പറയുന്നത്. ഈ അല്ലിയുടെ മകൻ പ്രദീപ് ആണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ഏതായാലും ഇയാളെ നേരത്തെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, അമ്മയുടെ മരണത്തിന് ശേഷം താൻ പിന്നീട് മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ പറയുന്നതനുസരിച്ച് അമ്മയുടെ മരണശേഷം താൻ ഇക്കാര്യങ്ങൾ സമീപവാസികളെയൊക്കെ വിളിച്ചറിയിച്ചിരുന്നു, സഹായത്തിന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരും വരാതിരുന്നതിനെ തുടർന്നാണ് താൻ തന്നെ കുഴിയെടുത്ത് മൂടിയത് എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ ഏതായാലും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ഇനിയും
വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യം വ്യക്തമാകുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ ഇവരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള മൊഴികളും പോലീസ് ശേഖരിച്ചിരുന്നു. അമ്മയുമായി ചില വാക്ക് തർക്കങ്ങളുണ്ട് എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ അമ്മയെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് അമ്മയെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള സ്വഭാവക്കാരനായിരുന്നില്ല പ്രദീപ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ ഇന്നലെയും രാവിലെ അമ്മയുമായി ആശുപത്രിയിൽ പോവുകയും അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഇയാൾ ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഈ മദ്യപിച്ച് വന്നതിന് ശേഷവും അമ്മയുമായി പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ശരി, അപ്പോഴും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ചിലരെങ്കിലും പറയുന്നുണ്ട് മദ്യപിച്ച് അമ്മയെ ആക്രമിക്കുന്ന ആളാണെന്ന്. പക്ഷേ വിവരങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെ ഒരാളായിരുന്നില്ല. ഇന്നലെയും അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. തിരിച്ച് ഭക്ഷണമടക്കം കൊണ്ട് അമ്മയെ വീട്ടിലാക്കി. മദ്യപിക്കുന്നു എന്നത് ശരിയാണ്, പക്ഷേ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. പോലീസ് ഇയാളെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സർക്കാർ സ്കൂളിലെ അങ്കണവാടി കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീണു. ആയ ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപ് രാവിലെ 9:30 അപകടം. കണ്ടനാട് ഗവൺമെൻറ് JB സ്കൂളിൻ്റെ 100 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് രാവിലെ തകർന്നു വീണത്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് അധികൃതരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. എക്സാലോജിക് CMRL ഇടപാടിൽ SFIO നൽകിയ റിപ്പോർട്ടിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്നാണ് സത്യവാങ്മൂലം. രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്ന പരിശോധന മുഖ്യമന്ത്രിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. മാസപ്പടി കേസിൽ CMRLനെതിരെ ഗുരുതരാരോപണങ്ങളുമായി SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്കും തിരിച്ചടിയാകുകയാണ്. എക്സാലോജിക്കും CMRLുമായി നടന്നിരിക്കുന്നത് 184 കോടിയുടെ ദുരൂഹ ഇടപാടെന്നാണ് കണ്ടെത്തൽ. വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന് അന്വേഷിക്കുന്നുവെന്നും കേന്ദ്ര ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. CMRL കമ്പനി രേഖകളിലെ PV പരാമർശം ചേർത്ത് വായിക്കുമ്പോൾ SFIO വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയെന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവുമായി നിയമവിരുദ്ധ ഇടപാട് നടത്തിയ കമ്പനി ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും പണം നൽകിയെന്ന അന്വേഷണ ഏജൻസിയുടെ സംശയവും ഗൗരവകരമാണ്. അത്തരമൊരു സ്ഥാപനം വീണയ്ക്ക് പണം നൽകിയത് എന്തിനെന്ന പുതിയ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. കൂടുതൽ പരിശോധനകൾക്കുള്ള സാധ്യത തെളിയുന്നതും തിരിച്ചടിയാണ്. അന്തിമ റിപ്പോർട്ടെതിരായാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾക്ക് മാസപ്പടി നൽകിയെന്ന ആരോപണമാകും തെളിയിക്കപ്പെടുക. ഈ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ് വിവാദങ്ങൾ തള്ളിയ മുഖ്യമന്ത്രിക്ക് ഇനി അത്ര എളുപ്പത്തിൽ ആരോപണങ്ങൾ ചിരിച്ചു കളയാനാകില്ലെന്ന് സാരം. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണ നടപടികൾ മന്ദഗതിയിൽ. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനം അതത് ആശുപത്രികളിൽ ഒരുക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് പലതവണ കേരളത്തിന് നിർദ്ദേശം നൽകിയിട്ടും നടപടിയില്ല. തമിഴ്നാട്ടിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേരളത്തിന് നൽകിയിട്ട് വർഷങ്ങളായി. കേന്ദ്ര പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡും ഇതേ നിർദ്ദേശം സർക്കാരിന് നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 2003 മുതൽ IMAയുടെ നിയന്ത്രണത്തിലുള്ള ഇമേജ് എന്ന സൊസൈറ്റിയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത്. എന്നാൽ ഇമേജിന് കുടിശ്ശികയുള്ളതിനാൽ മാലിന്യം ഏറ്റെടുക്കുന്നത് ഇമേജ് വെട്ടിക്കുറച്ചിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ മാലിന്യങ്ങൾ നിലവിൽ 3 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. മെഡിക്കൽ മാലിന്യ പരിപാലന നിയമം അനുസരിച്ച് 48 മണിക്കൂറിനകം ഇത്തരം മാലിന്യങ്ങൾ സംസ്കരിക്കണമെന്നതാണ് ചട്ടം. എന്നാൽ ആശുപത്രികളിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതിനായുള്ള സർക്കാർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിനിടെയാണ് കേരളത്തിലെ മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തിയത്. സംഭവത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം വൈകുന്നതിലുൾപ്പെടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.
വയനാട് പുനരധിവാസത്തിൽ രാഷ്ട്രീയം കളിച്ച് കേരള കർണാടക സർക്കാരുകൾ പരസ്പരം കത്തുകൾ കൈമാറുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. 100 വീട് നിർമ്മിക്കാൻ ഭൂമി വേണമെന്ന് കർണാടകയും ഭൂമി നൽകാൻ കഴിയില്ലെന്നും 100 വീടുകളെ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കാമെന്നുമാണ് കേരളം പറയുന്നത്. കിടപ്പാടമില്ലാതെ കണ്ണീരോടെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ കാത്തിരിക്കുമ്പോഴാണ് ഇരു സർക്കാരുകളുടെയും കണ്ണിൽ ചോരയില്ലാത്ത കത്ത് യുദ്ധം. ഒറ്റ നിമിഷം കൊണ്ട് ഉറ്റവരെ നഷ്ടമായവർ, ആയുസ്സിലുണ്ടാക്കിയ സമ്പാദ്യമൊക്കെയും ഇല്ലാതായവർ, വിധിയുടെ മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ വാടക വീടുകളിലും ബന്ധുവീടുകളിലും അന്തി ഉറങ്ങുന്ന പാവങ്ങൾക്ക് മുന്നിലാണ് കേരള കർണാടക സർക്കാരുകൾ ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. വയനാട് പുനരധിവാസത്തിൽ 100 വീടുകൾ വെച്ച് നൽകാമെന്നായിരുന്നു കർണാടകയുടെ വാഗ്ദാനം. ഇതിനായി ഭൂമി അനുവദിച്ചു നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് കത്തും നൽകി. എന്നാൽ സ്ഥലം അനുവദിക്കാനാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേരള സർക്കാർ. സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിൽ 100 വീടുകൾ ഉൾപ്പെടുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യത്തെ കർണാടക അംഗീകരിക്കുന്നില്ല. അങ്ങനെ പരസ്പരം പഴിചാരി ഇരു സർക്കാരുകളും മുന്നോട്ട് പോകുമ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ വയനാടുകാർക്ക് സാധിക്കൂ. പുനരധിവാസം അനന്തമായി നീളുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം കൂടിയാണ് ഇവിടെ തുലാസിലാകുന്നത്. ജനം, കോഴിക്കോട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കും. സംസ്ഥാനത്ത് ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിലെ ആദ്യ നടപടിയാണ് കൃഷി വകുപ്പിലുണ്ടായത്. മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ജീവനക്കാർക്കാണ് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായാണ് നടപടി. സസ്പെൻഷന് പുറമെ അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശയോടെ ഈടാക്കാനും മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. പാർട്ട് ടൈം സ്വീപ്പർമാർ മുതൽ വർക്ക് സൂപ്രണ്ട് വരെയുള്ളവരാണ് സസ്പെൻഷനിലായത്. പത്തനംതിട്ട മണ്ണ് സംരക്ഷണ ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ ജി ഷീജാകുമാരി, കാസർഗോഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് ഗ്രേഡ് 2 അറ്റൻഡർ KA സാജിദ്, വടകര മണ്ണ് സംരക്ഷണ ഓഫീസ് വർക്ക് സൂപ്രണ്ട് നസീദ് മുബാറക്, മീനങ്ങാടി മണ്ണ് സംരക്ഷണ ഓഫീസ് പാർട്ട് ടൈം സ്വീപ്പർ P ഭാർഗവി, മീനങ്ങാടി മണ്ണ് പരിവേഷണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ പാർട്ട് ടൈം സ്വീപ്പർ K ലീല, തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബ് പാർട്ട് ടൈം സ്വീപ്പർ J രജനി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണവും പാതിവഴിയിലായി. വാർഡ് തലത്തിൽ ഗുണഭോക്താക്കളുടെ പട്ടിക വിലയിരുത്താനുള്ള നിർദ്ദേശവും നടപ്പിലായിരുന്നില്ല. ഈ വിമർശനങ്ങളെല്ലാം ശക്തമായതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ CPM കോൺഗ്രസ് കൂട്ടുകെട്ടിൽ ഇന്ത്യ മുന്നണി മോഡൽ. CPM ജില്ലാ സെക്രട്ടറിയുടെ വിപ്പ് ലംഘിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൂട്ടുകെട്ടിൽ CPM അവിശ്വാസം പാസാക്കി. CPM വിമതനായ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയിയെയാണ് അവിശ്വാസത്തിലൂടെ ഇരു കക്ഷികളും ചേർന്ന് പുറത്താക്കിയത്. BJP പിന്തുണയോടെ അധികാരത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാനായിരുന്നു CPM കോൺഗ്രസ് കൂട്ടുകെട്ടിൽ അവിശ്വാസം പാസാക്കിയത്. സ്വതന്ത്രനായി വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് CPM വിമതനാണ്. 13 അംഗ പഞ്ചായത്തിൽ LDF 5, UDF 3, BJP 3, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷിനില. 4 CPM അംഗങ്ങളും 1 CPI അംഗവും 3 കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചു. അവിശ്വാസത്തെ പിന്തുണയ്ക്കരുത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പാർട്ടി അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ വിപ്പ് ലംഘിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ അവിശ്വാസം പാസാക്കിയത്. CPM വിമതനായ ബിനോയിയെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമമാണ് ഇതോടെ പാളിയത്. പാർട്ടി വിപ്പ് ലംഘിച്ചതിൽ നടപടിയുണ്ടായാൽ അംഗീകരിക്കുമെന്ന് CPM പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭരണസമിതി വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതിനകത്ത് പാർട്ടിയുടെ കൂടെ തന്നെ ഉണ്ട്. പാർട്ടി നടപടി തരുന്നുണ്ടെങ്കിൽ പാർട്ടി തരട്ടെ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അടിയുറച്ച പാർട്ടി വിശ്വാസി തന്നെയാണ്, പാർട്ടി കുടുംബമാണ്. എങ്കിലും പാർട്ടിയിലെ ചില കീടങ്ങളാണ് ഞങ്ങളെ ഈ അവസ്ഥയിൽ എത്തിക്കാനായിട്ട് വന്നിരിക്കുന്നത്. BJP പിന്തുണയോടെയുള്ള പ്രസിഡന്റിനെ പുറത്താക്കാൻ CPM-നെ കൂട്ടുപിടിച്ചതിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് അംഗം നിലപാട് വ്യക്തമാക്കിയത്. ഞങ്ങളെ സംബന്ധിച്ച് പന്തളം നഗരസഭയിൽ എടുത്തതുപോലെ CPM കൊണ്ടുവരുന്ന ഏതൊരു അവിശ്വാസത്തെയും BJP-ക്ക് എതിരാണെങ്കിൽ അത് പാസ്സാക്കും എന്ന നിലപാട്
ഞങ്ങൾ ഇവിടെ ആവർത്തിച്ചെന്നേ ഉള്ളൂ, അതിൽ പുതുമയൊന്നുമില്ല. സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ ഭരണസ്തംഭനമുണ്ടാക്കാനുള്ള ശ്രമമാണ് CPM-ഉം കോൺഗ്രസും ചേർന്ന് നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബിനോയി പ്രതികരിക്കുന്നു. ഈ 4 വർഷക്കാലവും പഞ്ചായത്തിൽ അധികാരത്തിലിരുന്ന് BJP കോൺഗ്രസ് പിന്തുണയോടുകൂടി ഞാൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്കില്ല എന്ന്. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മറ്റ് ആൾക്കാരെയും കൊണ്ട് നിർബന്ധിച്ചാണ് എന്നെയും കൊണ്ട് ഈ സ്ഥാനം ഏറ്റെടുപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ പഞ്ചായത്തിൽ എന്നുള്ള രീതിയിൽ നടത്താൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുറേശ്ശെ നമ്മളോട് അകലം പാലിക്കാനും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് നിൽക്കാനും നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഈ മാറ്റം. പ്രസിഡന്റിനെ പുറത്താക്കിയതോടെ നിലവിൽ ഭരണപ്രതിസന്ധിയിലാണ് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത്. ജനം, പത്തനംതിട്ട. CIC-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സമസ്ത മുഷാവറയുടെ തീരുമാനം തള്ളി പാണക്കാട് സാദിഖ് അലി തങ്ങൾ രംഗത്ത് വന്നതോടെ സമസ്ത സാദിഖ് അലി തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമാകുന്നു. CIC-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും മുഷാവറ അംഗങ്ങൾ താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അനുരഞ്ജന ചർച്ച നടക്കുന്നതിനിടയിൽ മുഷാവറ അംഗങ്ങൾ വാർത്താസമ്മേളനം വിളിച്ച് CIC-ക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ സാദിഖ് അലി തങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. അന്തിമ തീരുമാനം സമസ്ത എടുത്തിട്ടില്ല. CIC-യുടെ കാര്യത്തിൽ സമസ്ത 4 പേരെ ആണ് ഏൽപ്പിച്ചത്. ഞാനുണ്ട്, ജിഫ്രി തങ്ങളുണ്ട്, കൊയ്യോട് ഉമർ മുസ്ലിയാരുണ്ട്, MT ഉസ്താദുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞങ്ങൾ പലതവണ ഇരുന്നു. അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ കമ്മിറ്റിക്കാണ് അതിൽ തീരുമാനിക്കാനുള്ള അവകാശം. 16-ാം തീയതി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തെ തള്ളുകയാണ് സാദിഖ് അലി തങ്ങൾ. CIC-യുമായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി, K ഹൈദർ ഫൈസി പനങ്ങാങ്ങര, അസ്ഗർ അലി ഫൈസി പട്ടിക്കാട്, PM അബ്ദുൽ സലാം ഭാഗഫി വടക്കേക്കാട് എന്നിവർ വാർത്താ സമ്മേളനം വിളിച്ചു വ്യക്തമാക്കിയത്. മുഷാവറയുടെ തീരുമാനം തന്നെ അബ്ദുൽ ഹക്കീം ഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നാണ്. അത് മുമ്പ് തീരുമാനിച്ചതാണ്. അത് നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ പരമാവധി ഇത് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനാവശ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട്. സമസ്തയുടെ അംഗീകാരം വേണമെന്ന് പറയാം. സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാൻ തയ്യാറില്ല. സമസ്തയെ ഇങ്ങോട്ട് അംഗീകരിക്കാത്ത ഒന്നിനെ അങ്ങോട്ടും സംഘടനാപരമായി അംഗീകരിക്കാൻ സാധ്യമല്ല. മുഷാവറ ഖണ്ഡിതമായി അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംവിധാനവുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ച ഒരു വിഷയവുമായി ഒരു മധ്യസ്ഥതയ്ക്ക് സാദിഖ് അലി തങ്ങൾ വരും എന്ന് നമുക്ക് കരുതാൻ വയ്യ. 2 ദിവസങ്ങൾക്കിടെയുള്ള സാദിഖ് അലി തങ്ങളുടെയും മുഷാവറയുടെയും പ്രതികരണങ്ങൾ ഇവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രകടമാക്കുന്നത്. CIC-യെ ജമാഅത്ത് ഇസ്ലാമിയുമായി താരതമ്യം ചെയ്തത് മുസ്ലിം ലീഗിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗാണ് CIC-ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത്. മുൻപ് മുഖ്യമന്ത്രി സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അനുയായിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സമസ്ത നേതാക്കളിൽ നിന്ന് ഈ ആരോപണം ലീഗ് പ്രതീക്ഷിച്ചതല്ല. മതരാഷ്ട്ര നടപ്പിലാക്കുകയാണ് CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദുർശേരിയുടെ ലക്ഷ്യമെന്ന മുഷാവറ അംഗങ്ങളുടെ ആരോപണം ലീഗ് നേതൃത്വത്തിനെതിരെയാണെന്ന് സമസ്തയിലെ ലീഗ് അനുകൂലികൾ കരുതുന്നുണ്ട്. ലീഗ് അനുകൂലികൾ അടുത്ത മുഷാവറ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുമുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ സാദിഖ് അലി തങ്ങൾ തന്റെ വിയോജിപ്പ് പരസ്യമാക്കി കഴിഞ്ഞു. അനുനയ നീക്കങ്ങൾ നടക്കുകയാണെന്നും അന്തിമ തീരുമാനം ആയില്ലെന്നും പറയുന്നതിലൂടെ മുഴുവൻ മുഷാവറ അംഗങ്ങളുടെയും തീരുമാനമല്ല കഴിഞ്ഞ ദിവസം ചില ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതെന്നാണ് സാദിഖ് അലി തങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ജനം, കോഴിക്കോട്. AK ശശീന്ദ്രന് CPM-ന്റെ പച്ചക്കൊടി. മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ തുടരട്ടെ എന്ന് CPM സംസ്ഥാന നേതൃത്വം. നിലപാട് പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചതായി വിവരമുണ്ട്. അതേസമയം തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. ആരോപണ വിധേയരായ MS സൊല്യൂഷൻസിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോകളുടെ വിവരങ്ങൾ തേടി കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചു. MS സൊല്യൂഷൻസിന്റെ വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കൊടുവള്ളി ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 അധ്യാപകരുടെ മൊഴിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. AEO, DO എന്നിവരോട് വിശദാംശങ്ങളും തേടിയിരുന്നു. മുൻപ് MS സൊല്യൂഷനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ മൊഴിയും അന്വേഷണ സംഘം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഓണപരീക്ഷാ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ചോർന്നെന്നായിരുന്നു അന്ന് അധ്യാപകർ നൽകിയ പരാതി.
എന്നാൽ പരാതിക്ക് മേൽ അന്ന് കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ അവധിയെടുത്ത് ട്യൂഷൻ സെന്ററുമായി സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, MS സൊല്യൂഷന്റെ ഫേസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് കൊടുവള്ളി പോലീസ് മെറ്റയ്ക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. MS സൊല്യൂഷന്റെ ഫേസ്ബുക്ക് വീഡിയോകളിൽ അശ്ലീല പരാമർശങ്ങൾ ഉള്ളതായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗവും ചേർന്നു. ജനം, കോഴിക്കോട്. പരിമിതികളിൽ പരാതികളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയും ചൂണ്ടിക്കാട്ടി വാർത്താക്കുറിപ്പ്. ഡീസൽ അടിക്കാൻ പണമില്ലാത്തതും ഡ്രൈവർമാരില്ലാത്തതും ചെല്ലാൻ നടപടികളും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തെ ബാധിക്കുന്നു. റോഡിലിറങ്ങാൻ സമയം കിട്ടുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയും. സംസ്ഥാനത്തെ റോഡുകളിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ നിയമലംഘനങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ടവരുടെ ദുരിതം വിളിച്ചു പറയുകയാണ് ജീവനക്കാരുടെ സംഘടന. വാഹനങ്ങളിലാണ് ഒന്നാമത്തെ പരാതി. ആവശ്യത്തിന് വാഹനങ്ങളില്ല. ഡീസൽ അടിക്കാൻ പല ഓഫീസുകളിലും പണവുമില്ല. ഭൂരിപക്ഷവും ഇലക്ട്രിക് വാഹനങ്ങളാക്കിയതും തിരിച്ചടിയായി. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. സേഫ് കേരള പദ്ധതിയിലുള്ളത് 1/3 ജീവനക്കാർ മാത്രം. ചെല്ലാൻ തയ്യാറാക്കാനും പ്രിന്റ് അടിക്കാനും ചെല്ലാൻ അംഗീകരിക്കാനും കോടതി നടപടികൾക്കും പിഴ സ്വീകരിക്കാനും വണ്ടി ഓടിക്കാനുമെല്ലാം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ വേണം. എല്ലാ ഉദ്യോഗസ്ഥർക്കും പോസ്റ്റ് മെഷീനുകൾ നൽകിയിട്ടില്ലാത്തതിനാൽ സ്വന്തം ഫോണുകളിലാണ് മിക്കവരും ചെല്ലാൻ തയ്യാറാക്കുന്നത്. ചില കേസുകൾക്കായി ചെല്ലാൻ തയ്യാറാക്കിയ മൊബൈൽ ഫോൺ വിട്ടു നൽകേണ്ടി വരുന്നതും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ജോലിഭാരം മൂലം റോഡിലിറങ്ങി നിയമലംഘനം തടയാൻ കഴിയുന്നില്ലെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. പരിഹാരമായി മിനിസ്റ്റീരിയൽ ഡ്രൈവർ ജീവനക്കാരെ ഉൾപ്പെടുത്തി എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗം, CPO റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ച പ്രോസിക്യൂഷൻ വിംഗ് തുടങ്ങിയ നിർദ്ദേശങ്ങളും സംഘടന മുന്നോട്ട് വയ്ക്കുന്നു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കാര്യവട്ടം ക്യാമ്പസിൽ SFI ഗുണ്ടായുസം. ക്യാമ്പസിലെ വേദാന്ത പഠന കേന്ദ്രം അടിച്ചു തകർത്തു. സംസ്കൃതം സെമിനാറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പങ്കെടുപ്പിച്ചതിന്റെ പ്രതികാരമെന്ന് സംശയം. സെമിനാർ സംഘടിപ്പിച്ച അധ്യാപികയുടെ നെയിം ബോർഡും അക്രമികൾ തകർത്തു. ജനം, ബ്രേക്കിംഗ്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം നേതൃത്വം നൽകുന്ന വേദാന്ത പഠന കേന്ദ്രമാണ് SFI പ്രവർത്തകർ അടിച്ചു തകർത്തത്. ഇന്ന് രാവിലെയാണ് ഓഫീസ് ആക്രമിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഗവർണറെ പങ്കെടുപ്പിച്ച് നടത്തിയ സംസ്കൃതം സെമിനാർ അലങ്കോലപ്പെടുത്താൻ SFI പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇത് നടക്കാതെ പോയതിലുള്ള SFIയുടെ പ്രതികാരമെന്നാണ് സംശയം. സെമിനാറിന്റെ മുഖ്യ സംഘാടകയായിരുന്ന സംസ്കൃത വിഭാഗം മേധാവിയായ അധ്യാപിക തന്നെയാണ് വേദാന്ത പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറും. അധ്യാപികയുടെ നെയിം ബോർഡും അക്രമികൾ നശിപ്പിച്ചു. അതിക്രമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് കാര്യവട്ടം ക്യാമ്പസിൽ വരുന്നത്. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും NTUവും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. വയനാട് പയ്യമ്പള്ളിയിൽ വനവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. നബീൽ, വിഷ്ണു എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അക്രമി സംഘത്തിലെ 4 പേരും പിടിയിലായി. ഇന്നലെ കോഴിക്കോട് വച്ചാണ് കേസിലെ പ്രതികളായ നബീൽ, വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടിയത്. SMS പോലീസ് സംഘമാണ് ഒളിവിലായിരുന്ന 2 പേരെയും പിടികൂടിയത്. ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനെതിരെയും കേസെടുത്തു. ഹർഷിദ്, അഭിരാം എന്നിവരെ നേരത്തെ തന്നെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നബീലിനെയും വിഷ്ണുവിനെയും കോഴിക്കോട് നിന്ന് കണ്ടെത്തുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കവെയാണ് മാദനെ അക്രമി സംഘം കാറിൽ റോഡിലൂടെ വലിച്ചടിച്ചത്. ഏകദേശം 1/2 കിലോമീറ്ററോളം മാദനെ ടാറിട്ട റോഡിലൂടെ വലിച്ചടിച്ചു. സാരമായി പരിക്കേറ്റ വനവാസി യുവാവ് വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ജനം, വയനാട്. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ 3ാം ബലിദാന ദിനമാണിന്ന്. 2021 ഡിസംബർ 19 രാവിലെയാണ് SDPI ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്.
കേസിലെ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. 2021 ഡിസംബർ 19 രാവിലെയാണ് ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് SDPI ഭീകരർ രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു നിഷ്ഠൂരമായ കൊലപാതകം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 പേരും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരും ഉൾപ്പെടെ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. കുറ്റപത്രം ഉടൻ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യും. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ അവശേഷിക്കപ്പെടുന്ന പ്രതികൾക്കായുള്ള അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അവർക്കെതിരായിട്ടുള്ള ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കെതിരായിട്ടുള്ള കുറ്റപത്രവും ഉടൻ തന്നെ ഫയൽ ചെയ്യപ്പെടും. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിചാരണയും താമസം വിനാ തന്നെ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഈ കേസിനകത്തുള്ളത്. ഈ കേസിൽ ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേസിലെ ആദ്യ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള 15 പ്രതികൾക്കും ബഹുമാനപ്പെട്ട മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. മൂന്നാം ബലിദാന ദിനത്തിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 3-ന് ആലപ്പുഴ ടൗൺഹാൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ജാഗ്രതാ സദസ്സ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. 3 വർഷങ്ങൾക്കിപ്പുറവും കൺമുന്നിൽ നടന്ന അരുംകൊലയുടെ നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല അമ്മയും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന രഞ്ജിത്തിന്റെ കുടുംബം. ജനം, ആലപ്പുഴ. സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. പാലക്കാട് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശാന്തി തീരത്ത് നടക്കും. സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മീന ഗണേഷ് ഓർമ്മയായി. 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ ജനിച്ച മീന തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ KP കേശവന്റെ മകളാണ്. സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത്. KPSC, SL പുരം, സൂര്യസോമ തുടങ്ങി നിരവധി ട്രൂപ്പുകളുടെ നാടകങ്ങളിൽ അഭിനയിച്ച മീന വിവിധ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 1976 റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലെത്തിയതെങ്കിലും 91 മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീന ഗണേഷ് സിനിമയിൽ സജീവമായത്. 200ഓളം സിനിമകളിലും 25ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങിയ ചിത്രങ്ങളിൽ ചെയ്ത വേഷങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം. അമ്മ എൻ്റെ ചെറുപ്പം തൊട്ടേ അമ്മ നാടകരംഗത്ത് സജീവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ, സീരിയൽ, അങ്ങനെ അമ്മയും അച്ഛനും ബിസി ആയിരുന്നു. നമുക്കങ്ങനെ കൂടുതലായിട്ടും അങ്ങനെ അമ്മയൊന്നും അടുത്ത് കിട്ടിയിരുന്നില്ല മിക്കവാറും. നമ്മൾ പിന്നെ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഈ മേഖല തന്നെ തിരഞ്ഞെടുത്തു. അമ്മയുടെയും അച്ഛൻ്റെയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യം സഹസംവിധാനായി, ഇപ്പോൾ സംവിധാനം ചെയ്യുന്നുണ്ട്. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗറിലെ മനോജ് വിഹാർ എന്ന വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു മീന ഗണേഷ് താമസിച്ചിരുന്നത്. സംവിധായകൻ മനോജ് ഗണേഷ് മകനും സംഗീത മകളുമാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ജനം, പാലക്കാട്. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.